ഇന്നത്തെ പണി നമ്മൾ പച്ചമുളക് നട്ട സ്ഥലത്താണ്. ഒരു കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. ആയ മുളകൊക്കെ പറിച്ചെടുക്കണം. മുളക് നട്ട സ്ഥലത്തേക്ക് ഷോർട്ടായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ പടുതേൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വന്നാൽ കേട്ടോ. അപ്പോൾ നമ്മൾ പടുതയിൽ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ നനച്ചിട്ട് കുറഞ്ഞതാണ് കേട്ടോ. ഇനി നമ്മൾ വീണ്ടും പമ്പ് ചെയ്ത് വെള്ളം നിറയ്ക്കും. പിന്നെ മിനിഞ്ഞാന്ന് കുറച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് ഇന്നലെ ഒന്നും നനച്ചിട്ടില്ല. ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. പച്ചമുളക് നട്ടിട്ട് കുറേ ദിവസമായി. നടുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ട് പിന്നെ പച്ചമുളകിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞിട്ട് പച്ചമുളകൊക്കെ നല്ല കളയും കയറി. ഇടയ്ക്ക് ചീര ഉണ്ടായിരുന്നു. ചീര ഇങ്ങനെ മുറിച്ചെടുക്കുന്നില്ലാതെ പച്ചമുളകിലെ കളയൊന്നും ഒഴിവാക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ല, കാപ്പിയോറിയും വീട് പണിയൊക്കെ ആയിട്ട്. കേബേജ് നട്ട അതേ സമയത്ത് തന്നെ ഈ സൈഡിൽ നമ്മൾ പച്ചമുളക് നട്ട്. അപ്പോൾ അതാ കളയൊക്കെ 2 ദിവസം ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് നാസർക്ക് ഞാനൊക്കെ ഇതുപോലുള്ള കളയൊക്കെ പറിച്ച് ഒഴിവാക്കി. ഇവിടെയൊക്കെ കുറച്ച് മണ്ണ് കയറ്റി. പിന്നെ നാസർക്ക് ഇപ്പോൾ രാവിലെ വന്നിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി മുളകൊക്കെയാണ്. ഇതിലൊക്കെ മുളക് പറിക്കാനുണ്ട്. ഈ സൈഡിലൊക്കെ നോക്ക്, അല്ലേ മുളക്. വലിയൊരു വിളവെടുപ്പൊന്നും നടത്തിയില്ല. പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്ക് ആവശ്യത്തിനൊക്കെ കുറച്ച് അങ്ങനെ പറിച്ചു കൊടുക്കുക എന്നല്ലാതെ ഒന്നിങ്ങനെ ചെടിയൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുത്തപ്പോഴാണ് സെറ്റായിട്ട് വന്നിട്ടുള്ളത്. നല്ല മൂപ്പായതൊക്കെ ഉണ്ടല്ലേ. നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ നമ്മളെ കള പറിക്കൽ. എന്നുവെച്ചാൽ മുളകിൻ്റെ കൊമ്പുകൾ പൊട്ടാതെ പറിക്കും വേണം. അങ്ങനെ ഇതാക്കി നാസറൊക്കെ എങ്ങനെയൊക്കെ ഒരുവിധം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാനും കൂടെ കൂടിയിട്ട് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം. ഇതിലൊക്കെ മുളക് തൊടുമ്പോൾ ഇത് പാടിയതല്ലേ. അപ്പോൾ നമുക്ക് നാസറൊക്കെ അങ്ങോട്ടൊന്ന് പോവാം. ഞാനിപ്പോൾ തൊഴുത്തിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നല്ല വെയിലാകുന്നതിന് മുന്നേ പണികൾ എടുക്കണം. ഇപ്പോൾ നേരത്തെ വെയിൽ വരുന്നുണ്ട്. എന്തായി നാസർക്ക, അവിടെയൊക്കെ എത്തിയില്ലേ? ഞാൻ സഹായിച്ചു കൊടുക്കട്ടെ. ഇതിനിടയ്ക്കൊക്കെ ഇഷ്ടം പോലെ ചീര പൂത്തതാണ്. നമ്മൾ കട്ട് ചെയ്ത ചീര പിന്നെ നമ്മൾ വിത്തിന് നിർത്തിയ കേട്ടോ. അതുകൊണ്ട് പച്ചയുണ്ട്, ചുവപ്പൊക്കെ ഉണ്ട്. ഇതിലുള്ള എന്തായാലും ചീര ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ ചീര കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ മുറിച്ചു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കളായിട്ട് മുളകൊന്നും കാണൂലേ ഇല്ലേ നാസർക്ക? ഒക്കെ വൃത്തിയാക്കി എടുത്ത് നല്ല ഓർഡറാക്കി വരിക. സ്ലെറി ഇങ്ങനെ അടിച്ചു കൊടുക്കും. പക്ഷെ പച്ചമുളകിന് കറക്റ്റ് കിട്ടൂല. എന്താ വെച്ചാൽ ചാലിലൊക്കെ കളയായതുകൊണ്ട് ഇപ്പൊ നാസർക്ക് ചെയ്യുന്നുണ്ടില്ലേ, ആ ചാല് വടിച്ചിട്ട് ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുകയാണ്. ഒക്കെ മണ്ണ് ഇട്ട് കൊടുത്ത് അങ്ങനെ വരുന്ന. ശരിക്കും നമ്മൾ ആദ്യം ഈ ഒരു പണി എടുത്തതാട്ടോ. ഒന്ന് അരിക്ക് മാത്രം ഒന്ന് വെച്ചു കൊടുത്താണ്. പിന്നെ നമുക്ക് കറക്റ്റ് ശ്രദ്ധിക്കാനും പറ്റിയത് അപ്പോഴത്തേക്കും കളയൊക്കെ നിറഞ്ഞുപോയി. ഇത്ര വലുതായാലും കുറച്ച് പണിയല്ല നാസർക്ക, കമ്പിൽ ഇങ്ങനെ തട്ടാതെ മണ്ണിട്ട് കൊടുക്കാൻ. പക്ഷെ മണ്ണിട്ട് കൊടുക്കാൻ എന്താ വെച്ചാൽ നമ്മള് കുത്തുന്ന അവിടെ വീണോ? ഓക്കെ, നല്ല സൂപ്പർ മുളക്. നിങ്ങൾ കുറച്ച് പെറുക്കി വെച്ചൊക്കെ ഇവിടെ. ആ നാസർക്ക ഈ കള പറിക്കുന്ന സമയത്തൊക്കെ തട്ടിയിട്ടൊക്കെ വീണൊക്കെ ആദ്യം പെറുക്കി വെച്ചിട്ടുണ്ട് മണ്ണിടുന്നതിന് മുന്നേ. ഇങ്ങനെ നമ്മൾ ഈ സമയത്ത് മണ്ണ് വെക്കലില്ല. ഒന്നില്ലെങ്കിൽ മുളക് ചായുന്നതിന് കമ്പ് കുത്തി കൊടുക്കല. ഇപ്പൊ കള പോയപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടാണ് കുറച്ചുകൂടി മണ്ണിന്റെ കുറവുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഈ നനയ്ക്കുന്ന സമയത്ത് ചെരിയുന്നതിന് മാത്രം എന്ത് ചെയ്യുക, നമുക്ക് കുത്തു കൊടുക്കേണ്ടി വരും അല്ലേ. നല്ല ചെരിയുന്നതിന് സ്പ്രിംഗ്ലർ. ഇവിടെ മഞ്ഞളുണ്ടല്ലോ നാസർക്ക, ചെത്തിപ്പോയി കണ്ടില്ല. ഒന്ന് നോക്കാം, ഒന്ന് കളച്ചു നോക്കി ഉണ്ടെങ്കിൽ എടുക്കാം. ഇടയ്ക്കൊക്കെ ഇതുപോലെ മഞ്ഞളിന്റെ മുളക് തട്ടണ്ട നോക്കിക്കോളെ. മഞ്ഞൾ കാണുന്നൊക്കെ നാസർക്ക് എടുത്താണ്. ഇതൊക്കെ അടിയിലായി പോയത്. കൊത്തുണ്ടാ കുഴപ്പമില്ല, ഞാൻ അറിയില്ല അതുകൊണ്ട് കൊത്തിപ്പോയതാ. നനവ് തട്ടിയിട്ടൊക്കെ മഞ്ഞൾ ചീഞ്ഞിങ്ങനെ. പൈപ്പ് നോക്കണം കേട്ടോ, സ്പ്രിംഗ്ലർ പൈപ്പ് എല്ലാം കൂടെ ഉണ്ട്. 2 ദിവസം മുന്നേ നാസർക്ക് എല്ലാ ഭാഗത്തും തോട്ടത്തിൽ പടുമുളായിട്ടൊക്കെ ഇങ്ങനെ മഞ്ഞൾ വന്നതൊക്കെ കിളച്ചെടുത്തതാണ്. അപ്പം അതിലിത് കാണാതെ പോയതാ. എന്തായാലും നമ്മൾ മഞ്ഞളുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. മഞ്ഞളൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്ലീൻ ചെയ്ത് വിത്തിനുള്ളത് വേറെയും പുഴുങ്ങിയെടുക്കാനുള്ളതൊക്കെ വേറെ ആക്കി നിന്ന പണിയിലാണ്. ഉമ്മ അവിടെ അതിൻ്റെ ചെറിയ പണിയിലൊക്കെയാണ്. അപ്പോഴത്തേക്കും നോമ്പും തുടങ്ങിപ്പോയി. മാറ്റിക്കട്ടെ, എല്ലാം കണ്ടെടുത്തു. ഇവിടെ ഈ സൈഡിലൂടെയൊക്കെ 2-3 എണ്ണം ഉണ്ടായിരുന്നല്ലോ അല്ലേ. അതാണ് മഞ്ഞള് നോട്ട് ചെയ്ത് വെക്കണം. ഈ പടുമുളയൊക്കെ കാണുമ്പോൾ നമ്മൾ തോട്ടൊക്കെ ചെത്തി കൂട്ടി കഴിഞ്ഞാലൊക്കെ പിന്നെ അതിന്റെ ചെടി അങ്ങോട്ട് നശിച്ചു കഴിഞ്ഞാൽ മഞ്ഞൾ പിന്നെ കാണൂല. പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ പൊന്തി വരും, നമ്മൾ മറന്നു പോകും. ചെറിയ കളകളുണ്ട്, അതും കൂടെ ഒന്ന് ചെത്തി നമ്മൾ
ഇതിനൊക്കെ ചോട്ടിക്ക് വെച്ച് കൊടുക്കണം. ഫുള്ള് ഇവിടെ ചീരയുണ്ട്, ഇതാ ചെറിയ ചീരത്തയ്യും ഉണ്ടാകുന്നുണ്ട്. എല്ലാം കൂടെ കുറച്ച് റിസ്ക് പിടിച്ചൊരു മണ്ണിടലാണ്. ഈ കളണ്ട് വലിച്ചു വെക്കട്ടെ, നിങ്ങൾ മണ്ണിട്ട് പോരി. ഈ പൊടിക്കളകളുണ്ട്, അത് പിന്നെയും കയറി വരും. പരമാവധി ചീരത്തൈ നാസറൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. കിട്ടുന്നൊക്കെ അതൊക്കെ ഉണ്ടോ, കള പറിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചീര മാത്രം ഒഴിവാക്കുന്ന നല്ല പണിയാ. ഇത് പറിച്ചു പോയി നമ്മളറിയാതെ. ഈ വിത്തിനുള്ളത് മൂപ്പായി കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുക്കാം അല്ലേ. കുറച്ചൊക്കെ എന്തായാലും ഇവിടെ വീണോളും, നമ്മളിങ്ങനെ മണ്ണിളക്കുമ്പോൾ മുളച്ചോളും. ഇപ്പം ഈ കാണുന്ന ഒരു ഭംഗിയല്ലായിരുന്നു കേട്ടോ ഈ തോട്ടം. ഇതാ ഇവിടുന്ന് നമ്മൾ പറിച്ചു ഒഴിവാക്കിയ കളകൾ നോക്ക്, ഒക്കെ പറിച്ചെടുത്തതാട്ടോ, ചെത്തിയതല്ല. ഇല്ലേ, വേരടക്കങ്ങനെ പറിച്ചെടുത്തതാ. ഇത്രയുണ്ട്, അട്ടിക്ക് കിടക്കുകയാണ്. നാസർക്ക് ഞാൻ കുറച്ചൊക്കെ പറിച്ചു കൊടുത്തു. എനിക്ക് നല്ല ക്ഷമ വേണതിന്. നമ്മൾ ചീര മുളകിനൊക്കെ തട്ടാതെ വേണം പറിക്കാൻ. ബാക്കി മുഴുവനായിട്ട് ഇതാ നാസർക്ക ഇതുപോലെ പറിച്ചെടുത്താ. ഇത്രയുണ്ട്, അട്ടിക്കുണ്ട്. കുറേയൊക്കെ ഇതിൽ കോഴികൾക്ക് കഴിക്കാൻ പറ്റിയൊക്കെ ചീരയുടെ ഒക്കെ മൂപ്പായതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കോഴികൾക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പശു ഇത് കഴിക്കൂല. ഈ പുല്ല് പശുക്കൾക്ക് എന്താ വെച്ചാൽ ഈ കള ഒരു സ്മെല്ലുള്ളൊരു കളയാണ്. ഒരു കഴിക്കുമ്പോൾ അവർക്ക് വ്യത്യാസം ഉള്ളതുകൊണ്ട് പശുക്കളത് മാറ്റിയിടും, മൊത്തം ഒഴിവാക്കുക ചെയ്തത്. ഞാൻ പറ്റുന്നത്രയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പം നാസർക്ക് അങ്ങനെ മണ്ണിട്ട് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, പറിച്ചു തുടങ്ങാം. കുറച്ച് കൂടുതൽ പറിക്കാനുണ്ട്. നമ്മൾ ഈ മുളകൊക്കെ ആയത് പറിച്ച് ഒഴിവാക്കിയില്ലെങ്കിലേ പിന്നെ ഉണ്ടാവില്ല. അടുത്തത് ഉണ്ടായി കിട്ടണമെങ്കിൽ ശരിക്കും ആവുന്ന ഇങ്ങനെ വിളവെടുത്ത് പോകണം. നിങ്ങൾ എടുത്ത് വെച്ച മുളക് അവിടെ നാസർക്ക അവിടെ ഉണ്ടോ? ഞാൻ എടുത്തിട്ട് വരാം. അത് ഏതെങ്കിലും വെയിൽ കൊള്ളണ്ടേ, മരത്തിൻ്റെ തൊട്ടാ. ഇനി നാസർക്ക് ആദ്യേ ഇങ്ങനെ വീണ് കിട്ടിയ കുറെ മുളകുണ്ട് തട്ടിപ്പോയിട്ടൊക്കെ, അത് നമ്മളെ കൊട്ടയിലിടാം. എവിടെ നാസർക്ക, എവിടെ? ആ കാലിൻ്റെ അടിയിലായിട്ട് മുളക് കണ്ടി. ഇപ്രാവശ്യം നമ്മൾ നട്ടപ്പിള് വാട്ടരോഗം ഇതിന് കുറവില്ല നാസർക്ക, വാടിയില്ല. വാട്ടരോഗം വളരെ കുറവ്. നമ്മൾ ചട്ടിയിൽ നട്ടതിനു കൂടുതൽ വാട്ടരോഗമൊക്കെ വന്നത്. ഇതിന് പിന്നെ ഇല ചുരുളിച്ച് വന്നിട്ട് തുടക്കത്തിൽ ഫസ്റ്റ് നമ്മൾ പണിയുടെ തിരക്കാവുന്നതിന് മുന്നേ ഒരു വട്ടം നമ്മൾ വേപ്പിൻ കഷായമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ അതിൽ കുറേ മാറി. അതിൽ കുറച്ചൊക്കെ ഈ കളേൻ്റെ ഉള്ളിലായി പോയിട്ട് വന്നാണ് അതിങ്ങനെ ഇല മുരടിപ്പും ചുരുളിച്ചൊക്കെ ഇതിനൊക്കെ ഉണ്ട്. പക്ഷെ ഫസ്റ്റ് അടിച്ചപ്പോൾ മാറി കിട്ടിയിരുന്നു. ഇതിനൊക്കെ പിന്നെ കൂടുതലായിട്ട് വന്നു. പിന്നെ കളേൻ്റെ ഉള്ളിലായപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ആയിപ്പോയി. ഇനി നമുക്കൊന്ന് അങ്ങനത്തെ ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് മരുന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം മരുന്നല്ല വേപ്പിൻ കഷായം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്കിനി മുളക് പറിച്ചു തുടങ്ങാം. നല്ല മൂപ്പായി നോക്കി പറിക്കതാ. നമ്മളിങ്ങനെ മുകളിലോട്ട് വെക്കുമ്പോൾ തന്നെ മുളക് പൊട്ടിങ്ങനെ വരും. അതൊക്കെ അത്യാവശ്യം ആയതാ. അതാ തൊട്ട് എടുത്താൽ മതി മുളക് കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ല പഴുത്തൊന്ന്, അയ്യോ അതിൻ്റെ നെറ്റി പൊട്ടിപ്പോയി. സൂപ്പർ അത്യാവശ്യം നല്ല പഴുത്താണ്. വേഗനി പറിച്ചു തുടങ്ങണ്ട. നേരെ എടുത്തതാ മുകളിലോട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. വെറുതെ തട്ടുമ്പോഴത്തേക്കും മുളക് മൂപ്പായത് ഇങ്ങനെ പൊട്ടിപ്പോയിട്ട്. അതൊക്കെ അത്യാവശ്യം മൂത്താ. അതങ്ങോട്ടും ഇങ്ങോട്ട് സിമ്പിളായിട്ട് നമുക്ക് മുളക് പറിക്കാം. ചെടി പോലും അറിയുന്നില്ല മുളക് പറിക്കുന്ന പറഞ്ഞാലേ. തന്നെ സ്പീഡിൽ മുളക് തായ്ക്ക് പൊട്ടിക്കരുത്. തായ്ക്ക് പൊട്ടിക്കുമ്പോൾ നമ്മളെ ഈ ചെടിക്ക് ഒന്നാമത് മണ്ണ് കുറവുണ്ട്. ഇപ്പം നമ്മൾ മണ്ണ് ഇട്ടിട്ടുള്ളൂ. പിന്നെ കുത്തൊന്നും കൊടുക്കാതെ തായ്ക്ക് വലിച്ചു തൂക്കിയാൽ പെട്ടെന്ന് ചെടി ഒടിയും ചെയ്യും, ചെരിഞ്ഞു വരുതാ. ഇങ്ങനെ ഉണ്ടാക്കുക. തൊടുമ്പോത്ത് വരുന്നുണ്ട് അല്ലേ, കിട്ടില്ല. തൊട്ടുകൊടുത്തേ ഒന്നുമില്ല, ജസ്റ്റ് മുളകിനെ പിടിച്ചൊന്ന് മുകളിലോട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇതിന് കുറച്ച് കൂടുതൽ ഇത് വന്ന് കിട്ടുന്നുണ്ട്. കുഞ്ഞോള് കുറച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിൽ ഓളും പറിക്കുന്നുണ്ട്. നല്ല വെയിലാകുന്നുണ്ട്. അപ്പോൾ വേഗം നമുക്ക് ആയതൊക്കെ ഇതിലൊക്കെ നോക്ക്. നല്ല പക്ഷെ നല്ല മുളകുണ്ടല്ലേ. അതാ തൊടുമ്പോഴത്തേക്ക് വീഴാണ്. ഇതിപ്പോ ഏതാ പറിക്കണ്ടേ എങ്ങനെ പറിക്കാൻ അത്രയും കൺഫ്യൂഷൻ. പൊക്കിത്തരാം. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഇതാക്കും. വേണ്ട പിടിക്കണ്ട, ആ നെറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്താ എന്ത് സ്പീഡിൽ നമുക്ക് അതൊക്കെ മൂപ്പായതാട്ടോ. മുളകിന്റെ വലുപ്പൊക്കെ കാണിച്ചു കൊടുക്കുക. എരിവ് എന്താ കുഞ്ഞോളെ ഇത് എടുത്തിട്ട് അങ്ങനെ ഉപയോഗിച്ചപ്പോ നല്ല ആ കടുത്ത എരിവല്ലേ അല്ലേ. ഒരു എന്താ പറയാ പാകത്തിനുള്ള എരിവുള്ളൂ കേട്ടോ മുളക്. നമ്മ വീട്ടിലൊക്കെ മുളക് ഇങ്ങനെ പറിച്ചു കൊടുത്തിട്ട് വരും. അതുകൊണ്ടാ ചോദിച്ചത്. അറിയില്ല അല്ലേ. ആ അതാണ് അത്യാവശ്യം നല്ല വലുപ്പം വെച്ചാലും മുളക് മൂപ്പാന്തി. അതുകൊണ്ടാണ് പഴുത്തത് കുറവ്. അല്ലെങ്കിൽ ചില പച്ചമുളക് വേഗം മൂപ്പാൻ മതി പഴുക്കുമല്ലോ.
നല്ല വലിപ്പം വെക്കും. ചിലത് കാണുമ്പോൾ ബജിമുളക് പോലെ ഉണ്ട്, നമ്മൾ മിഞ്ഞാന്ന് പറിച്ച ബജി പോലെ ഉണ്ട്. എന്തായാലും നല്ല ഇനത്തിൽപ്പെട്ട തൈകളൊക്കെ തന്നെയാണ്. വാട്ടർ രോഗം എന്തായാലും ഇല്ല. നമ്മൾ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടാണ് വാട്ടർ രോഗം വന്നിട്ട് അത്രയും സങ്കടമായത്. ഇതിന് ഇല ചുരുളിച്ചൊക്കെ ഒന്നും കൂടെ നമ്മൾ മരുന്ന് അടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നെങ്കിലുണ്ടല്ലോ ഒന്നുകൂടെ ഉഷാറാവുമായിരുന്നു. എന്താ പറയാ, ഇനി വേണമെങ്കിൽ യാത്രക്ക് നമുക്ക് ആ ചുരുണ്ട ഇലല്ലേ അതിന്റെ ഒക്കെ ഒന്ന് തലപ്പ് മുറിച്ചു കൊടുക്കുക, നുള്ളി കൊടുത്തിട്ട് പുതിയത് എന്തായാലും പൊട്ടി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേപ്പെണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ടേ വേപ്പിൻ കഷായം ഒന്ന് അടിച്ചു കൊടുക്കാം. പ്രാണികളെ ശല്യം ഈ എന്നാലും പാറ്റകൾ ഇല്ല കേട്ടോ. നീരൂറ്റി കുടിക്കുന്ന പ്രാണി ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ചെടി ഇളക്കുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ പാറും. എവിടെ ഇതൊക്കെ തട്ടിപ്പോയിട്ട് പാടി ഇങ്ങോട്ട് നോക്ക്. ഇത് അതുപോലെ അല്ലേ, കുറച്ചുകൂടി ഒരു വണ്ണം കുറവാല്ലേ? കുറച്ച് ഉറപ്പുണ്ട് കേട്ടോ. മറ്റേതാണ് കുറച്ചുകൂടെ സ്പീഡ് കിട്ടുന്ന മറ്റേ കേട്ടോ. ഇത് കുറച്ചൊരാവാണ്ട്. ഇതിന്റെ തന്നെ കുറച്ച് പച്ച ഉള്ളത് ആ സൈഡ് കാണിച്ചു കൊടുക്ക്. ഇത് കണ്ടോ, ഇത് മറ്റേത് കുറച്ചുകൂടെ ഒരു വെള്ള നിറം വൈറ്റ് ഷെയ്ഡിലാണ്. ഇത് കുറച്ച് കടുപ്പാണ് അല്ലേ, പച്ച കടും പച്ച എന്നൊക്കെ പറയുന്നു അല്ലേ. ഇതിലാവണുള്ളൂ കേട്ടോ. ഇതിലുണ്ട്, ഈ ചെടിയുണ്ട് കിട്ടുന്നുണ്ട്. എന്നാലും അത്യാവശ്യം കുറച്ചുകൂടി ഉറപ്പുണ്ട് കേട്ടോ നെട്ടിന്. നമ്മൾ ആദ്യം കാണിച്ചാണ് പറിക്കാൻ നല്ല സുഖം. വീണല്ലേ, തട്ടിക്കഴിഞ്ഞാൽ വീഴും ചെയ്യും. അതിലുണ്ടേ, ഇങ്ങോട്ട് നോക്ക്. ഇന്ന് പച്ചക്കറി കൊടുക്കാനുള്ള ഓർഡറിലേക്കുള്ള മുളക് നമുക്ക് എന്തായാലും കുറച്ച് പറിച്ചെടുക്കാം. ഇനി അങ്ങോട്ട് എന്തായാലും നമുക്ക് ഒന്നര വിട്ട് ഇങ്ങനെ മുളക് പറിക്കാനുണ്ടാവും. ഇതുണ്ടോ, ഈ മുളകിന് കുറച്ചുകൂടെ ഒരു വ്യത്യാസമുണ്ട്. നീളം മറ്റേതിൻ്റെ അത്ര ഇല്ല, എന്നാലും ആവശ്യത്തിന് നീളമുണ്ട്. പച്ചപ്പ് കുറച്ച് കൂടുതലാണ്. രണ്ടും എടുത്ത് കാണിച്ചാൽ നമുക്കറിയാം. വൈറ്റ് ഉള്ളതാ വേണ്ട, രണ്ടും അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ മുളക് പറിക്കാൻ. നമ്മൾ അവിടെ കാണുമ്പോൾ ഇവിടെ പറിക്കാൻ അങ്ങനെ തെരഞ്ഞു പറിച്ചാൽ നടക്കില്ല. ഒരു ഭാഗത്ത് നിന്ന് പറിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ആയതൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് നിന്ന് തന്നെ പറിക്കട്ടെ. ഇതിനൊരു കൊട്ടെങ്കിലും നമുക്കൊന്ന് പറിച്ചാൽ പച്ചക്കറി ചീരയൊക്കെ വാങ്ങിക്കാൻ കുറേ ആൾ വരും നോമ്പായതുകൊണ്ട്. അവർക്കൊക്കെ എന്തായാലും പച്ചമുളക് വേണം. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താ പറയുക, നമുക്ക് എത്ര വേണമെങ്കിലും എടുത്തു വെക്കാൻ കഴിയും അല്ലേ. കുറേ സമയം നമുക്ക് എടുത്തു വെക്കാം. ഫ്രിഡ്ജിലും കൂടെ വെച്ചാൽ കുറേ ദിവസം നിൽക്കും. പെട്ടെന്നൊന്നും എന്താ പറയുക, മറ്റേതൊക്കെ ഒരു ചീച്ചിൽ വരും, പെട്ടെന്ന് വാടുന്ന ഒരു ബലത്തിൽ നിൽക്കും. ഇത് ഉറപ്പുണ്ടാവും നമ്മുടെ മുളക്. അപ്പോൾ വാങ്ങിച്ചവരും പറയുന്നുണ്ട്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കറിയാലോ. ഞാൻ തലേന്ന് അങ്ങനെ പറിച്ചു വരാം അല്ലേ. ആ സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മരം നോക്കുഞ്ഞോളെ, നല്ല വെയിലുണ്ട്, നല്ല വെയില. ഇന്ന് മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ടാസർക്ക. ഇന്നലെ ഒന്ന് പോയി, മിഞ്ഞാന്ന് പെയ്ത്. നല്ല മുളക. ചെടി ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് സൈഡിലൊക്കെ പറിച്ചു കൊടുക്കുക. ഇതാണ് മുളക് പറിച്ചു കൊടുക്കേട്ടോ. പുതിയതിങ്ങനെ പൂവുള്ളത് കുറവാണ്. ഇനി ഇത് ചെടിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് അടുത്ത മുളക് ഉണ്ടായി കിട്ടുള്ളൂ. ശരിക്കും മുളക് നമ്മൾ എനിക്കൊന്ന് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞൊന്ന് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് വിഷുവിനുള്ള മുളക് ഇതിൽ തന്നെ കിട്ടും കേട്ടോ. വിഷു സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞാൽ വിഷു ആയില്ലേ, ഏപ്രിലിൽ. അപ്പോൾ നമുക്ക് മുളക് സെറ്റാക്കി എടുക്കാം വേഗം. ഈ വിത്തിലുള്ള ചീരയും കൂടെ നിന്ന് പോണല്ലേ, എന്നാലും ഒന്നും കൂടെ ഒരു വെളിച്ചം വൃത്തി വരുള്ളൂ. കണ്ടില്ലേ ഞങ്ങളെ ഓരോന്ന് കാണുമ്പോ. ഇവിടെ നസർക്ക ഇതാ ഈ ഒരു പുൽക്കട ഉണ്ടല്ലേ ഇവിടെ, അതൊന്നും ഇങ്ങോട്ട് ചെത്തിയിട്ട് ഈ മുളകിന് ഇങ്ങോട്ട് വേർതിരിക്കണം കേട്ടോ. ഇവിടെ കാളം ഇങ്ങോട്ട് കയറി പിടിക്കും. ഒരു വള്ളിയുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. നമ്മൾ ക്യാബേജ് നട്ട സ്ഥലമാണ്. ചീര ആയിട്ട് കാണും. ചീരൻ്റെ ഉള്ളിലൊക്കെ ക്യാബേജ് ഇനിയും ഒരു 10-500 ക്യാബേജ് ഇനി നമുക്ക് പറിക്കാണ്ടായിട്ടുള്ളത്. ഇപ്പം നോമ്പായതുകൊണ്ട് കുറച്ച് ആവശ്യക്കാർ കുറവാണ് ക്യാബേജിന്. അപ്പം ചീച്ചിലുള്ളതൊക്കെ എന്ത് ചെയ്യും, കോഴികൾക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കും ക്യാബേജ്. നിർത്തി കഴിഞ്ഞാൽ മറ്റേലോട്ട് ഇങ്ങനെ കയറി വരും. ഓക്കെ,
ഞാന് ശരിക്കും തീർത്ത് പറിക്കില്ല. ഇത് ഒരു ഭാഗത്ത് തന്നെ പറിച്ചു തരണം. ഞാൻ ഒന്ന് കാണുമ്പോൾ മറ്റേ ഇതിങ്ങനെ കാണുമ്പോൾ ഓരോ മരത്തിൽ കൂടുതൽ കാണുമ്പോഴേ എന്തായാലും ഒരു കൊട്ടപ്പ ഞാൻ പറിച്ചാക്കാം. വെയില് നല്ല ചൂടാവുന്നുണ്ട്. ഇതെന്താ ടൈറ്റ്? ആ മുളകിന് കുറച്ച് ഉറപ്പാണ്, അത് ഞാൻ പറിച്ചും പോയി. ഈ വെള്ളക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, പക്ഷെ പച്ചപ്പല്ലേ ഇപ്പൊ നിങ്ങൾ മണ്ണിട്ട് കൊടുക്കുന്നത്, അതിന് കുറച്ച് ഉറപ്പുണ്ട്, നെറ്റ് ഉറപ്പുണ്ട്. നിർവട്ടാന്നേ ഇനി പച്ചമുളക് എല്ലാരും കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും, 1 കിലോനൊക്കെ വാങ്ങും. അല്ലാത്തവരൊക്കെ 200 ഗ്രാം 250 ഗ്രാം ഒക്കെ മാക്സിമം. നമ്മൾ കണ്ടാൽ ചിലപ്പോൾ 1/2 കിലോ ഒക്കെ വരെ വാങ്ങും കേട്ടോ. അധികം ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് കൊണ്ടാട്ടത്തിനും പറ്റൂ കേട്ടോ കുഞ്ഞോളെ. ഗിരിചേച്ചിയൊക്കെ പറഞ്ഞു, പക്ഷെ ഇപ്പൊ എല്ലാരും മടി കാണിക്കുക, കുറച്ച് വിലയുണ്ട് എന്തായാലും. പച്ചമുളകിന് എന്തെങ്കിലും പച്ചമുളകിന് ഒരു 40 രൂപയ്ക്കൊക്കെ മുകളിൽ കുറച്ചായിട്ട് ഇപ്പൊ നല്ല വില നിൽക്കുന്നുണ്ട്. സൂപ്പർ മുളക്. താഴണോ നമുക്ക് പച്ചച്ചീര നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഒക്കെ മുറിച്ചെടുക്കാം. ഇന്നത്തെ രാവിലത്തെ ചീര നമ്മൾ പറിച്ചു വെച്ചു കേട്ടോ. അത് രാവിലെ ഉമ്മ ഇന്ന് മഞ്ഞ് കുറവാണ്, എന്നാലും ആ വെയിൽ വരുന്നതിന് മുന്നേ അത് പറിച്ച് ചീര സെറ്റാക്കി. ചീര വെയിലത്ത് പറിച്ചാൽ പെട്ടെന്ന് വാടിപ്പോവും. ഇനി നമുക്ക് പച്ചക്കറി ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ആളുകൾ കുറച്ച് ചീര ഉണ്ട്, നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഇതിവിടെ കൊണ്ട് കൊടുക്കാം. ചീര ഏകദേശം നമ്മൾ മണ്ണിട്ടും കഴിയാനായിട്ടോ. ഞാൻ വന്ന് കുറച്ച് സമയം ഞാൻ ചെത്തി കൊടുത്തോണ്ടേ നാസർക്കാർക്ക് പണി എളുപ്പമായി. ഇനി ഈ ഒരു ഏരിയയും കൂടെ ഇതും കൂടെ അല്ലല്ലോ നാസർക്ക. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. മൊത്തത്തിൽ എന്താ വെച്ചാൽ വെയിൽ ചൂടാണ്ട്, ഒന്ന് നനച്ചാൽ നല്ലതാ. പിന്നെ കൊടുക്കാനുള്ള മുളക് ഏകദേശം ആയിട്ടുണ്ട്. കൂടുതൽ പറിക്കുന്നില്ല, നമ്മൾ ഫ്രഷിൽ കൊടുക്കണം. മുളകൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന പുഴ കാണിച്ചു കൊടുക്ക്. നമ്മളല്ല ഹൈറ്റിലായിട്ടാണ് നിൽക്കുന്നത്. പുഴയിൽ ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കാണില്ലേ? നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. നമ്മുടെ മോട്ടർ ഈ മറവിൽ മോട്ടർ ഉണ്ട് കേട്ടോ, അവിടെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് മോട്ടർ. പൈപ്പൊക്കെ കാണാം. അടിപൊളി വെള്ളമാണ്, തെളിഞ്ഞ വെള്ളം. അത്യാവശ്യം നല്ല ചെറിയ രീതിയിലുള്ള ഒഴുക്കുണ്ട് കേട്ടോ. ഒഴുക്ക് വേണം, എന്നാലേ നമുക്ക് വെള്ളം എപ്പോഴും വൃത്തി ഉണ്ടാവുള്ളൂ. നോമ്പായതുകൊണ്ടേ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് സുഖമുണ്ട്. മുളക് നട്ട സ്ഥലത്ത് കുറച്ചുകൂടി മാറാം, അവിടെ നല്ല വെയിലാണ്. പടുതേൻ്റെ ഇവിടെ നല്ല തണുപ്പുണ്ട്. ഒരു സുഖമുണ്ട് ഇവിടെ വന്നപ്പോൾ. ഇവിടെ നല്ല കാറ്റുണ്ട്. നമ്മളെ ബാക്ക് സൈഡിലില്ല മുളകൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം തണുപ്പുള്ള ഏരിയയാണ്. അപ്പോൾ ഇതാ നമ്മളെ മുളക് കണ്ടില്ലേ, നല്ല അടിപൊളി മുളകാണ്. പിന്നെ മുളക് എപ്പോഴും കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഫ്രഷിലും നല്ല ഇതേപോലെയുള്ള നല്ല ഉറപ്പായിട്ട് കൊടുക്കണം. വാടിയതോ ചീച്ചിലുള്ളതായിട്ട് മുളകൊന്നും കൊടുത്താൽ ഇത് ചെയ്യാം, നമ്മളെ മുളകിന് മാർക്കറ്റ് പോകും. ഇതാകുമ്പോൾ നമുക്കൊരു നമ്മളെ ഫാമിൽ അത്യാവശ്യം നല്ല മുളക് കിട്ടുന്നുള്ളൊരു പേരുണ്ട്. അപ്പോൾ അത് നമ്മൾ കളയരുതല്ലോ. അപ്പം ആവശ്യത്തിനുള്ള മുളക് ഞങ്ങൾ ഇതുപോലെ അന്നന്ന് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. പിന്നെ കൊടുക്കാനുള്ള പച്ചക്കറിക്കല്ല, പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്കുള്ള മുളകായിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നല്ല വെയിലാണ്. അപ്പം ഇനി വേഗം വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഒരു വരും. അപ്പോൾ അവർക്കിത് വേഗം കൊടുക്കണം.